സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു റിവിഷൻ ക്ലാസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 59ാമത് ജ്ഞാനപീഠ അവാർഡിന് അർഹനായ ഹിന്ദി എഴുത്തുകാരൻ ആര്? 59ാമത് ജ്ഞാനപീഠ അവാർഡിന് അർഹനായ ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയാണ്. വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠ അവാർഡിന് അർഹനായത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. ഹിന്ദി എഴുത്തുകാരനാണ് എന്നതും നോട്ട് ചെയ്യിക്കും. അടുത്ത ചോദ്യം, 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഇന്ത്യ. 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ. 2025 എത്രാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്? 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ തൃശൂർ ജില്ലയാണ്. തൃശൂർ ജില്ല. 2025 ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ്? KS മണിലാലാണ്. KS മണിലാൽ. അദ്ദേഹം 2025 ജനുവരിയിൽ അന്തരിച്ചു. ഇപ്പൊ കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള പുസ്തകമായ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞൻ അതുപോലെ പത്മശ്രീ ജേതാവുമാണ്. ആരാണ്? KS മണിലാൽ. രാത്രി 12-ന് ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. പുസ്തകത്തിന്റെ പേര് രാത്രി 12-ന് ശേഷം. രചയിതാവ് ആരാണ്? അഖിൽ P ധർമ്മജൻ ആണ്. അഖിൽ P ധർമ്മജൻ. ദീർഘകാല ബഹിരാകാശ പര്യടനത്തിന് ശേഷം സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്ന്. ദീർഘകാല ബഹിരാകാശ പര്യടനത്തിന് ശേഷം സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 മാർച്ച് 19-നാണ്. ഡേറ്റ് 2025 മാർച്ച് 19. ആസ്ട്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമം. ആസ്ട്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമമാണ് ഗാണ്ടീവ. ഗാണ്ടീവ എന്നറിയപ്പെടുന്ന മിസൈൽ. ഇതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് എന്ന് ചോദിച്ചാലോ ആസ്ട്ര MK3. ആസ്ട്ര MK3യുടെ പുതിയ പേരാണ് ഗാണ്ടീവ. 2025 7ാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ. 2025 7ാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കളാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. 2025 മെയ്യിൽ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരും? 2025 മെയ് മാസത്തില് കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? OM ശാലീനയാണ്. OM ശാലീന. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത ആര്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിതയാണ് സഫീന ലത്തീഫ്. സഫീന ലത്തീഫാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത. സഫീന ലത്തീഫ്. അടുത്ത ചോദ്യം, 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്നത്. 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഏത് രാജ്യത്തിനെ സഹായിക്കാനാണ്? മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നത്. UPSC ചെയർമാനായി നിയമിതനായത് ആര്? നിലവിൽ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ ആണ്. ഡോക്ടർ അജയ് കുമാർ ആണ് നിലവിൽ UPSC ചെയർമാൻ. പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം എത്രയായിട്ടാണ് കുറച്ചത്? പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം എത്രയാണ്? 11 ആണ്. 11. 2025 ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റ് ആമസോൺ വിക്ഷേപിച്ചത് 2025 ഏപ്രിൽ മാസത്തിലെ ഏതാണ്? കൈപ്പർ ആണ്. കൈപ്പർ. 2025 ഏപ്രിൽ മാസത്തില് ആമസോൺ കൈപ്പർ എന്ന ഉപഗ്രഹ
ഇന്റർനെറ്റ് പ്രോജക്റ്റ് വിക്ഷേപിച്ചത് ആമസോൺ ആണ് 2025 ഏപ്രിൽ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? നിളയാണ്. നിള. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? നിള. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശിയാണ് IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് നിതിൻ ജാംദാർ. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് കമന്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കായിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലെ ചോദ്യം, നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് കമന്റ് ചെയ്യുക. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ജിനു സക്കറിയ ഉമ്മനാണ്. ജിനു സക്കറിയ ഉമ്മനാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പുതിയ ചെയർമാൻ. ജിനു സക്കറിയ ഉമ്മൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. പി സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. വി രാമസുബ്രഹ്മണ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി ആരാണ്? സജി ചെറിയാൻ ആണ്. സജി ചെറിയാൻ. കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ്. റോഷി അഗസ്റ്റിൻ. കേരള പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി. പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടി. 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത്. 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. കേരളം. ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ഇ ലേല പോർട്ടൽ. ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ഇ ലേല പോർട്ടലാണ് ബാങ്ക് നെറ്റ് എന്നത്. ബാങ്ക് നെറ്റ്. BANKNET. ബാങ്ക് നെറ്റ്. വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നത്. വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 15 ആണ്. വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 15. നിഖിൽ ബി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിഖിൽ ബി. നിഖിൽ ബി ഗോഗോ താരമാണ്. ഗോഗോ താരമാണ് നിഖിൽ ബി. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി വിജയകരമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഖി എന്നത്. SAKHI. ദ സ്പേസ് ബോൺ അസിസ്റ്റന്റ്, ദ നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ. സഖി. SAKHI. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഖി എന്നത്. 2025 ആകാശത്ത് 6 ഗ്രഹങ്ങൾ നിരയായി വന്ന ദിവസം ഏത്? 2025 ആകാശത്ത് 6 ഗ്രഹങ്ങൾ നിരയായിട്ട് വന്നത് ഏത് ദിവസമാണ്? ജനുവരി 25 ജനുവരി 25. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്നത്. പദ്ധതിയുടെ പേര് ഗ്രീൻ ദി ഗ്യാപ്പ്. ഏത് ചുരത്തിൻ്റെതാണ്? പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്നത്. 2025
പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം 2025 പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രവിചന്ദ്രൻ അശ്വിൻ. 2025 പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രവിചന്ദ്രൻ അശ്വിൻ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ ദൗത്യം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ ദൗത്യമാണ് NVS-02. 2025 ദേശീയ ഗെയിംസില് ഭാരദ്വഹന മത്സരത്തിൽ സ്വർണം നേടിയ മലയാളി വനിത. 2025 ദേശീയ ഗെയിംസില് ഭാരദ്വഹന മത്സരത്തിൽ വിഭാഗം ഏതാണ്? ഭാരദ്വഹനം. സ്വർണം നേടിയ മലയാളി വനിതയാണ് സുഫ്ന ജാസ്മിൻ. സ്വർണ്ണ മെഡൽ നേടിയ മലയാളി വനിതയാണ് സുഫ്ന ജാസ്മിൻ. ഏത് ഇനം? ഭാരദ്വഹനം. ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായിട്ട് സ്വർണം നേടിയ വനിത. ഇനമേതാണ്? നീന്തലാണ്. ഹർഷിത ജയറാം. ദേശീയ ഗെയിംസിൽ നീന്തലില് കേരളത്തിനായിട്ട് സ്വർണം നേടിയ ഏത് മെഡലാണ്? സ്വർണ്ണ മെഡലാണ്. നേടിയ വനിതാരാണ്? ഹർഷിത ജയറാം ആണ്. കേരളത്തിൽ ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും MVDക്ക് റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങളെ അനുവദിക്കുന്ന ആപ്പ് ഏത്? സിറ്റിസൺസ് സെന്റിനൽ എന്നാണ് ആപ്പിന്റെ പേര്. സിറ്റിസൺസ് സെന്റിനൽ. കേരളത്തിൽ ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും MVDക്ക് റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങളെ അനുവദിക്കുന്ന ആപ്പാണ് സിറ്റിസൺസ് സെന്റിനൽ. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കാലാവധി കഴിഞ്ഞും ഉപയോഗിക്കാത്തതുമായ മരുന്നുകൾ മൂലമുള്ള പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് കേരളം ആരംഭിച്ച സംരംഭം ഏത്? കാലാവധി കഴിഞ്ഞതും ഉപയോഗിക്കാത്തതുമായ മരുന്നുകൾ മൂലമുള്ള പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേരളം ആരംഭിച്ച സംരംഭമാണ് N-PROUD എന്നത്. N-PROUD. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. N-PROUD. 2025 ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ ജാവലിൻ ത്രോ താരം. 2025 ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര. മൈക്രോ മിസൈലുകൾ ഉപയോഗിച്ച് ഡ്രോണുകളെ നിർവീര്യമാക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച കൗണ്ടർ ഡ്രോൺ സംവിധാനം. മൈക്രോ മിസൈലുകൾ ഉപയോഗിച്ച് ഡ്രോണുകളെ നിർവീര്യമാക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച കൗണ്ടർ ഡ്രോൺ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. സംവിധാനത്തിന്റെ പേര് ഭാർഗവാസ്ത്ര. അടുത്ത ചോദ്യം, താപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായി ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? താപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായിട്ട് ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച എഴുത്തുകാരി ആര്? 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണ്. ബാനു മുഷ്താഖ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാള നോവൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാള നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ഉപഗ്രഹ ചിത്ര തെളിവുകളോടെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? കാവ സ്പേസ് ആണ്.
ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ഉപഗ്രഹ ചിത്ര തെളിവുകളോടെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കാവ സ്പേസ്. 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രൻ ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറിൽ അവതരിപ്പിച്ച AI അധിഷ്ഠിത ലാർജ് ലാംഗ്വേജ് മോഡൽ ജെമിനി നാനോ. ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറിൽ അവതരിപ്പിച്ച AI അധിഷ്ഠിത ലാർജ് ലാംഗ്വേജ് മോഡൽ LLM ജെമിനി നാനോ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമോ? ആഗോള AI ഉച്ചകോടി 2026 നടക്കുന്നതും ഇന്ത്യയിലാണ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2025 നാറ്റോ ഉച്ചകോടി നെതർലൻഡ്സിലെ ഹേഗിലാണ്. നെതർലൻഡ്സിലെ ഹേഗിലെ വേൾഡ് ഫോറത്തിലാണ് നടന്നത്. നെതർലൻഡ്സിലെ ഹേഗ്. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി തുർക്കിയാണ്. തുർക്കിയിലെ അങ്കാറ. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി തുർക്കിയിലെ അങ്കാറ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം സിക്കിമിലെ യാക്തേൻ ആണ്. സിക്കിമിലെ യാക്തേൻ. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരമായിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഓഗസ്റ്റ് 7 കർഷക ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. LICയുടെ പുതിയ CEO LICയുടെ CEO R ദൊരൈസ്വാമിയാണ്. ദൊരൈസ്വാമി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത്. ഇഗ്നോയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് പ്രൊഫസർ ഉമാ കാഞ്ഞിലാലാണ്. പ്രൊഫസർ ഉമാ കാഞ്ഞിലാൽ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് K മധുവാണ്. സംവിധായകൻ K മധു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K മധു. ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മേഘാലയയിലെ മോസിൻഡ്രോം. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തെരഞ്ഞെടുത്ത ബാങ്ക്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തെരഞ്ഞെടുത്തത് SBI ആണ്. SBI. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അബുദാബിയാണ്. അബുദാബി. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റിനാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിനാണ് കേരളത്തിലെ ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച സർവകലാശാല. കുസാറ്റ്. പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം. പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചത് തമിഴ്നാടാണ്. തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. 2025 ഏപ്രിലിൽ ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി പ്രഖ്യാപിച്ചത് എവിടെയാണ്? 2025 ഏപ്രിലിൽ ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി പ്രഖ്യാപിച്ചത് അമരാവതിയിലാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതി. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്.
2025 മെയ് 2-നാണ് 2025 മെയ് 2-നാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. 2025 മെയ് 2-നാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. കടൽ പോലൊരാൾ എന്ന പുസ്തകം രചിച്ചത് മുഷ്താഖാണ്. 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം. 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതായിരുന്നു? 2024. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്കാണ്. മാധവ് നാഷണൽ പാർക്ക് എത്രാമത്തേതാണ്? 58ാമത്തെ ടൈഗർ റിസർവ് ആണ് മാധവ് നാഷണൽ പാർക്ക്. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക്. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ നിലവിൽ വന്നത് എവിടെ? സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇപ്പോൾ നോക്കിയത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്